മാധവ് സുരേഷിനെ പുള്ളി അബ്യൂസ് ചെയ്യുന്നു. മാധവ് സുരേഷിനെ അബ്യൂസ് ചെയ്യുന്നത് പുള്ളി ഉപയോഗിക്കുന്ന വാക്കുകൾ എടാ സുരേഷ് ഗോപിയുടെ മോനെ എന്നാണ്. ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അയാൾക്കുണ്ടാവണമല്ലോ. ഞാനിതിനകത്ത് രാഷ്ട്രീയ മറ്റു സംഭവമൊന്നുമില്ല. എന്നിട്ടത് കമ്പയർ ചെയ്യുന്നു. ധ്യാൻ ശ്രീനിവാസിൻ്റെ മകൻ, അയാൾ ഭയങ്കര ഗ്രേറ്റാണ്. കാരണം ഞാൻ പറഞ്ഞതിനകത്തൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. ഈ അശ്വന്ത് ഗോക്കിനുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു അലിഗേഷൻ, ഒരു ഫിംഗർ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെതിരെ രോഷകൂലനായിട്ട് വേറൊരു ആംഗിളിൽ വെല്ലുവിളിച്ച് എന്തൊക്കെ ഫ്രേസസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പുള്ളി. സിനിമയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ ആരും അബൌ ദ ലോയോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ഉണ്ട്. അല്ല, ഞങ്ങളത് വീണ്ടും കോടതിയുടെ മുമ്പിൽ ഇത് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ പർട്ടിക്കുലർ വിധി പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ മാറിയിട്ട് ഇപ്പോൾ നമുക്കറിയാം കോർട്ടിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത ആൾ വരും. അടുത്ത ആൾ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അത് പെൻഡിങ്ങിലേക്ക് പോകും, പിന്നെ അത് ലിസ്റ്റിലേക്ക് വരണം. ഇത് ഈ ഓൺഗോയിങ് പ്രോസസ്സായിട്ട് അൺഎൻഡിങ് ആയിട്ട് ഇത് പൊക്കോണ്ടിരിക്കുകയാണ്. കോടതി പോലും ഇത് ശ്രദ്ധിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് അർജൻറ്റ് അറ്റൻഷൻ വേണ്ടതെന്ന് വെച്ചാൽ ഇത് പാടെ നിരോധിക്കണം എന്നുള്ള ലെവലിലുള്ള ദർ ഷുഡ് ബി സം ഡെക്കോറം. അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ല, അവിടെ അതിനകത്തൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു സംഭവം പറഞ്ഞില്ല. അതാണല്ലോ അശ്വന്ത് ഗോക്കും തിരിച്ച് റിട്ടോർട്ട് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് തെളിവ് എന്ന് ചോദിച്ചൊരു സംഭവം. അതിലൊരു ഇൻ്റർമീഡിയേറ്ററി ആൾ സംസാരിച്ചു എന്നുള്ള ലെവലിൽ ഒരു അലിഗേഷനാണ്. അത് ആ പർട്ടിക്കുലർ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേരള ഫിലിം ചേംബറിൽ തന്നെ ഇടപെട്ടിട്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് ഇടപെട്ടിട്ട് ബുക്ക് മൈ ഷോയിൽ റേറ്റിംഗ്സ് കൂട്ടാനായിട്ട് ഇൻ്റർമീഡിയേറ്ററി ആയിട്ടുള്ള ആൾക്കാർ കാശ് മേടിച്ചിട്ടുണ്ട്. ഇത് ബുക്ക് മൈ ഷോയ്ക്ക് ഞങ്ങൾ പരാതി അയച്ചു. അവർ ഡിനൈ ചെയ്തു. വിത്ത് പ്രൂഫ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഇന്ന ആൾക്കാർ ഇവിടെ പ്ലെയേഴ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ബോധ്യപ്പെട്ടതിന് ശേഷം അവർ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് വരെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഫസ്റ്റ് അവർ പറഞ്ഞ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അത്തരത്തിലുള്ള ഇത് നടക്കത്തില്ലെന്നാണ്. പിന്നീട് അത്തരത്തിൽ നടന്നു എന്നും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന എന്നും പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നവരെ നിങ്ങൾ എൻകറേജ് ചെയ്തതെന്നും ബുക്ക് മൈ ഷോ സ്റ്റേറ്റ്മെൻറ്റ്